ഈശോയിൽ സ്നേഹമുള്ളവരെ, സാധാരണ എവിടെയും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഇവിടെയും അങ്ങനെ ഒരു ചോദ്യം എനിക്ക് ലഭിച്ചു. ഇതാണ്: പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കൾ ശിക്ഷിക്കപ്പെടുക 3-4 തലമുറ വരെയൊക്കെ, അല്ലെങ്കിൽ 6-7 തലമുറ വരെയൊക്കെ ശിക്ഷിക്കപ്പെടുക എന്ന ഒരു പഠനമുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണ് അച്ഛൻ്റെ അഭിപ്രായം എന്ന്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ഇതൊരു സത്യമാണ്, സഭ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്, നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സത്യമാണ്. പൂർവ്വപിതാക്കന്മാരുടെ പാപത്തിൻ്റെ ഫലം അനന്തര തലമുറ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ രക്ഷകനിവിടെ വരികയും ആ പ്രശ്നങ്ങൾക്കും കെടുതികൾക്കും പരിഹാരം ചെയ്യുകയും ആ പരിഹാരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ തലമുറയുടെ പാപം ഈ തലമുറയെ ബാധിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല, പലതരത്തിൽ ബാധിക്കുന്നുണ്ട്. സ്വാഭാവികമായി തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കന്മാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത കൂടും, അതിനുള്ള താല്പര്യം കൂടും. എന്നാൽ വിദ്യാഭ്യാസമില്ലാത്ത മാതാപിതാക്കന്മാരുടെ മക്കൾക്ക് അതിന് താല്പര്യം കുറയും, അതിനുള്ള സാഹചര്യവും കുറയും. അപ്പം മക്കൾ മാതാപിതാക്കന്മാരിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, ആർജിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മാതാപിതാക്കന്മാർ കൃപയുള്ളവരാണെങ്കിൽ ആ കൃപയുടെ അനുഭവം മക്കൾക്കും ഉണ്ടാകും. മാതാപിതാക്കന്മാർ കൃപ നഷ്ടപ്പെടുത്തിയവരാണെങ്കിൽ ആ കൃപയുടെ നഷ്ടം ഒരു പരിധിവരെ മക്കൾക്കും ഉണ്ടാകും. അപ്പം വളരെയേറെ ദുഷ്ടതയും ക്രൂരതയും ഒക്കെ പ്രവർത്തിച്ച് അവിഹിതമായി പണമൊക്കെ സമ്പാദിച്ച് സുഖലോലുപിതമായ ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്ത മാതാപിതാക്കന്മാർക്ക് കൃപ കുറയും, കൃപയുടെ അഭാവം ഉണ്ടാകും. ആ അഭാവം മക്കളെ ബാധിക്കും, സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ വളരെ ദുഷ്ടതയൊക്കെ ചെയ്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് അക്രമം അനീതിയൊക്കെ ചെയ്ത് ജീവിച്ച ചില മാതാപിതാക്കന്മാർ അവരുടെ അനന്തര തലമുറയ്ക്ക് അനുഗ്രഹമല്ല കൈമാറുന്നത്, ചിലപ്പോൾ അനുഗ്രഹമില്ലായ്മയായിരിക്കും കൈമാറുന്നത്. അംഗവൈകല്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തെല്ലാം അനർത്ഥങ്ങളോ അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളോ അതുപോലെയുള്ള കെടുതികളോ ഉണ്ടായാലും ഈ തലമുറ, ഈ കെടുതി അനുഭവിക്കുന്ന തലമുറ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടെന്നാൽ അവർക്ക് ആ കെടുതിയുടെ അനുഭവം മാറി അനുഗ്രഹത്തിൻ്റെ അനുഭവം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ദൈവാനുഭവം ഉണ്ടാകുമ്പോൾ അവരുടെ പ്രശ്നം തീരും. അപ്പോൾ വേണമെന്ന് നമുക്ക് ചോദിക്കാം, സാമ്പത്തിക ഞെരുക്കം ഒരു കെടുതിയായിട്ട് ചിലപ്പോൾ പൂർവ്വതലമുറയുടെ പാപത്തിൻ്റെ ഫലമായിട്ട് ഈ തലമുറയ്ക്കുണ്ടായെങ്കിൽ ആ കെടുതി മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കെടുതി മാറാനുള്ള അവസരം ഒരുങ്ങും. അവരൊരു നല്ല കാര്യത്തിൽ അല്ലെങ്കിൽ അവരേർപ്പെടുന്നൊരു കാര്യം ഫലപ്രദമായി അത് വിജയമായി തീരാനുള്ള ഒരു അനുഗ്രഹം ദൈവം തരുന്നവർക്ക് സ്വീകരിക്കാൻ പറ്റും. അംഗവൈകല്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പൂർവ്വ തലമുറയുടെ പാപം മൂലം ഈ തലമുറയിൽ ഒരാൾക്ക് അംഗവൈകല്യം ഉണ്ടായിരിക്കട്ടെ, ഈ അംഗവൈകല്യത്തിൻ്റെ കെടുതി മാറുമോ എന്ന് ചോദിച്ചാൽ ഈ തലമുറ യേശുവിനോട് ഐക്യപ്പെടുമ്പോൾ ഈ കെടുതി അംഗവൈകല്യം മാറിയില്ലെങ്കിലും ചിലപ്പോൾ മാറാം, കേൾവി കിട്ടാം, കാഴ്ച കിട്ടാം, ചിലപ്പോൾ കൈ നഷ്ടപ്പെട്ടു പോയൊരനുഭവമാണെന്നിരിക്കട്ടെ. അംഗവൈകല്യം മാറിയില്ലെങ്കിലും അംഗവൈകല്യത്തിൻ്റെ പേരിലുള്ള ദുഃഖം മാറും. പ്രൈസ് ദി ലോർഡ്. അംഗവൈകല്യത്തിൻ്റെ പേരിലുള്ള അസൗകര്യം മാറും, അല്ലെങ്കിൽ അത് മാറിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുറവിനപ്പുറം ഇവർ കിടക്കുമെന്നുള്ളതാണ് സത്യം. അംഗവൈകല്യത്തെ അതിശയിക്കുന്ന തരത്തിൽ അവർ പ്രവർത്തിക്കും. അതൊരു നഷ്ടമായിട്ട് അവർക്ക് അനുഭവപ്പെടുകയില്ല, അതിനെ നേരിടാനായിട്ട് അവർക്ക് സാധിക്കും. വേറൊരു ഭാഷ പറഞ്ഞാൽ, ഇപ്പോൾ കൈയില്ലാത്ത ഒരാളാണെങ്കിൽ കൈ ഉള്ള ആൾ ആനന്ദിക്കുന്നത് പോലെ ആനന്ദിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ആ രീതിയിൽ മാറും. അതാണ് വാസ്തവത്തിൽ പ്രശ്നങ്ങളല്ല പ്രശ്നം, പ്രശ്നത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാതിരിക്കുന്നതാണ് പ്രശ്നം. അത് നേരത്തെ ഞാൻ പറയുണ്ടായി. അപ്പം പാപം ഈ ലോകത്ത് പ്രവേശിച്ചത് കഴിഞ്ഞ തലമുറയിലൂടെയാണ്. ആ പാപത്തിൻ്റെ കെടുതിയാണ് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ തലമുറ യേശുവിനോട് ഐക്യപ്പെട്ടാൽ ആ കെടുതി മാറും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം:
ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പോൾ ശിക്ഷാവിധി യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാതെ ഇരിക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ദാരിദ്ര്യം ഒരാളെ സംബന്ധിച്ചിടത്തോളം ശാപമായിട്ട് അനുഭവപ്പെടാം. എന്നാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ ദാരിദ്ര്യം ഒരു അനുഗ്രഹമായിട്ട് ആ വ്യക്തിക്ക് തീരും. പ്രൈസ് ദി ലോർഡ്. ഫ്രാൻസിസ് അസീസി സ്വയം ദാരിദ്ര്യത്തെ ഏറ്റെടുത്തു. വീട്ടിൽ നിന്ന് കിട്ടുമായിരുന്നതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് വെറും കൈയോടെ ഇറങ്ങി പുറപ്പെട്ടു. ആ വ്യക്തി ദാരിദ്ര്യം സ്വമനസ്സായി ഏറ്റെടുത്തപ്പോൾ ആ ദാരിദ്ര്യം അത് ശാപമായിരുന്നു, അനുഗ്രഹമായിരുന്നു? അനുഗ്രഹമായിരുന്നു. എത്രയോ പേര് ദാരിദ്ര്യ വ്രതമെടുത്ത് സമ്പന്നരായിരുന്നിട്ടും ദാരിദ്ര്യ വ്രതം എടുത്ത് ജീവിക്കുന്നു. അതുകൊണ്ട് ദാരിദ്ര്യം എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു ശാപമൊന്നുമല്ല, അത് അനുഗ്രഹത്തിനും വഴിയാണ്. അപ്പോൾ അത് നമ്മുടെ സമീപനമാണ്, നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ സമീപനമാണ് അതിൻ്റെ വ്യത്യാസം വരുത്തുന്നത്. അതുപോലെ തന്നെ എത്രയോ പേരെ സംബന്ധിച്ചിടത്തോളം, ഉദാഹരണത്തിന് കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പെൺകുട്ടി എന്നോട് വളരെ ദുഃഖത്തോടുകൂടി പറഞ്ഞു, അവൾക്ക് ഭർത്താവിൽ നിന്ന് നീതിപൂർവ്വം സ്നേഹപൂർവ്വം കിട്ടേണ്ട, അല്ലെങ്കിൽ നീതിപൂർവ്വം കിട്ടേണ്ട ദാമ്പത്യ സ്നേഹം കിട്ടുന്നില്ല, ദാമ്പത്യ ബന്ധത്തിൻ്റെ സുഖങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നമുക്കത് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിലൊരു മാറ്റം വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തെ ഒരു ത്യാഗമായി കർത്താവിന് സമർപ്പിച്ച് ഇതിൻ്റെ മേൽ വിജയം വരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ചുരുങ്ങിയ വാക്കുകൾ ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ പ്രതികരിച്ചത്, ഞാൻ കന്യാവ്രതം എടുത്തോളൊന്നുമല്ല എന്നാണ് എന്നോട് പ്രതികരിച്ചത്. അപ്പോൾ കന്യാവ്രതം എടുത്ത ഒരാൾക്ക് അത് ആനന്ദമായി തീരുന്നുണ്ടെങ്കിൽ ഈ വിവാഹിതയായ സ്ത്രീക്കും ഈ സാഹചര്യത്തെ ആ ഒരു പുണ്യമാക്കി മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും. അതിന് തക്കതായ ഒരു കാഴ്ചപ്പാട് കിട്ടിയാൽ മതി. അതിന് തക്കതായ ഒരു കാഴ്ചപ്പാട് കിട്ടുകയും ആ ഒരു നഷ്ടത്തെ സന്തോഷത്തോടു കൂടി ആ നഷ്ടം ഏറ്റുവാങ്ങി ആ നഷ്ടത്തിലേക്ക് കർത്താവിൻ്റെ കൃപയെ ക്ഷണിക്കുകയും ചെയ്താൽ ആ നഷ്ടം ലാഭമായി തരും. അപ്പം അതുകൊണ്ട് പൂർവ്വതലമുറയുടെയോ ഇന്ന് കൂടെ ജീവിക്കുന്നവരുടെയോ പാപത്തിൻ്റെ പേരിൽ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ യേശുവിൻ്റെ കുരിശിനോട് സമർപ്പിച്ച് അതിൽ നിന്ന് വിജയം നേടാനും അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. അതിനുള്ള കാഴ്ചപ്പാട് കിട്ടണം. ഞാൻ പിന്നെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞ് അവൾക്കത് കുറച്ചുകൂടെ സ്വീകരിക്കാനായിട്ട് സാധിച്ചു. പിന്നീട് ഫോൺ വിളിച്ചെന്നോട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് അത്രയും കടുത്ത ഒരു വിഷമം തോന്നുന്നില്ല അച്ഛാ, കാര്യങ്ങൾക്കൊരു മാറ്റം വന്നു എന്നൊക്കെ പിന്നീട് ഫോൺ വിളിച്ച് പറയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ തലമുറയിൽ നിന്ന് പോലും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ലെങ്കിൽ ഈ പറയുന്ന നഷ്ടങ്ങളും ഒക്കെ ഈ തലമുറയിൽ നേട്ടമാക്കി മാറ്റാൻ പറ്റും. പലപ്പോഴും കൗൺസിലിങ്ങിൻ്റെ വിഷയമായിട്ട് വരുന്നതൊക്കെ ഇതാണ്. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങളുണ്ടാകുന്നു, സാമ്പത്തിക ഞെരുക്കമുണ്ടാകുന്നു, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ തലമുറയുടെ പാപത്തിൻ്റെ ഫലമായിട്ടാണോ ഞങ്ങൾക്കുണ്ടാകുന്നത്, അത് കഴിഞ്ഞ തലമുറയുടേതാണെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഏതൊരു സാഹചര്യത്തിലും നമുക്കുണ്ടാകുന്ന തകർച്ചകളും നഷ്ടങ്ങളും യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് യേശുവിനോട് ഐക്യപ്പെട്ടാൽ അവിടെ മുതൽ അത് അനുഗ്രഹമായിട്ട് തരും. അതിനെ സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ തലമുറയുടെ പാപം നമ്മളെ ബാധിക്കുന്നോ എന്ന് ചോദിച്ചാൽ ബാധിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ വന്നു. മരണം എന്ന് പറഞ്ഞാൽ നഷ്ടങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് നമ്മുടെ ജീവൻ പിരിയുക എന്നുള്ളത്. രോഗം വന്നാൽ അതൊരു ചെറിയ മരണമാണ്. നമ്മുടെ സൽപ്പേരിനെ കളങ്കമേറ്റാൽ അതും ഒരു ചെറിയ മരണമാണ്. ഓരോ തരത്തിലുള്ള കൊച്ചു കൊച്ചു നഷ്ടങ്ങളും മരണത്തിൻ്റെ ചെറിയ പതിപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കുന്നതും കരയുന്നതും ആരാണ്? ഈ ലോകത്തിൻ്റെ ഐശ്വര്യം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരാണ് ചെറിയ നഷ്ടങ്ങളെപ്പോലും ഓർത്ത് കരയുന്നത്. അപ്പോൾ ഇതിനപ്പുറത്തൊരു സുഖത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവരുടെ സുഖങ്ങളെല്ലാം ഈ ലോകവുമായിട്ടും ജഡവുമായിട്ടും ശരീരവുമായിട്ടും ഈ ഭൗതിക ലോകവുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതിനപ്പുറത്തുള്ള ഒരു സുഖത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. കർത്താവ് നമ്മെ സ്വന്തമാക്കിയത് കുറേ നഷ്ടം സഹിച്ചിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. കുറേ നഷ്ടം സഹിച്ചു. നഷ്ടം സഹിക്കാതെ താഴെ ഇറങ്ങി വന്ന് നമ്മെ സ്വന്തമാക്കാൻ പറ്റില്ല. ദൈവത്തോടുള്ള സമാനത പോലും മുറുകെ പിടിക്കാതെ നഷ്ടപ്പെടുത്താൻ തയ്യാറായിക്കൊണ്ടാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഈ ഭൂമിയുടെ ദാരിദ്ര്യവും ഈ ഭൂമിയുടെ ദുഃഖവും ഒക്കെ ഏറ്റെടുക്കാൻ
തയ്യാറായപ്പോൾ ഒത്തിരി നഷ്ടം സഹിച്ചു. അപ്പോൾ ഒത്തിരി നഷ്ടം സഹിച്ചിട്ടാണ് നമ്മളെ നേടിയെടുക്കുന്നത്. ഇത്രയേറെ നഷ്ടം സഹിച്ച് നമ്മളെ നേടിയെടുത്ത കർത്താവിനെ നേടണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് വേണം? നമ്മുടെ ഭാഗത്തു നിന്ന് നഷ്ടം സഹിക്കണം. നഷ്ടം സഹിക്കാതെ നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ മേടിക്കാനൊക്കെ ആഗ്രഹിച്ച് പോകുന്നവർ എന്തുമാത്രം നഷ്ടം സഹിച്ചിട്ടാണ് അല്ലേ? എന്തോ ഒരു നഷ്ടം സഹിക്കുന്നു. അവർ അതിരാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യുന്നു, ഓടുന്നു, ഓട്ടമാണെങ്കിൽ അങ്ങനെ, ചാട്ടമാണ് അങ്ങനെ, എത്ര കഷ്ടം സഹിച്ച് നഷ്ടം സഹിച്ചാണ് ഒരു നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ പാട്ട് പാടുന്ന ഒരു വ്യക്തി ആ രംഗത്ത് നേട്ടം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഒത്തിരി കഷ്ടപ്പാടും ക്ലേശം സഹിക്കണം. ചില ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കണം. സ്വരത്തെ നിയന്ത്രിക്കാൻ പറ്റിയ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം. അതുപോലെ തന്നെ അതിന് പറ്റിയ സാഹചര്യങ്ങളുണ്ടാകണം. നിരന്തരം സാധന ചെയ്യണം. അതിരാവിലെ എഴുന്നേറ്റ് പാടണം. ഒത്തിരി നഷ്ടം സഹിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എവിടെയെങ്കിലും നേട്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നഷ്ടം സഹിക്കുന്ന ഒരു കഥ പറയാനുണ്ട്. മാതാപിതാക്കന്മാർ നഷ്ടം സഹിച്ചുകൊണ്ടാണ് മക്കൾ വളർന്നു വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതെ. ആ മക്കൾ വളർന്നു വരുന്നതനുസരിച്ച് മാതാപിതാക്കന്മാർ ക്ഷയിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ. അപ്പം നഷ്ടം സഹിക്കാതെ അവരുടെ അടുത്ത് നേട്ടം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു സാമാന്യ തത്വമാണ്. അങ്ങനെയാണെങ്കിൽ ആത്മീയതയുടെ നേട്ടം നമ്മളിലുണ്ടാകണമെങ്കിൽ, ദൈവത്തെ നേടുക എന്ന നേട്ടം നമുക്കുണ്ടാകണമെങ്കിൽ ഭൗതികതയുടെ നഷ്ടം സഹിക്കാൻ നാം തയ്യാറായേ പറ്റും. ഇവിടെയാണ് ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കാതെ അവൻ സ്വയം ശൂന്യമാക്കിയെന്നും ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണത്തോളം കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി, ഇതെല്ലാം നഷ്ടം സഹിച്ചത് നമ്മളെ നേടിയെടുക്കാൻ വേണ്ടിയാണ്. ഫിലിപ്പി ലേഖനത്തിൽ 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ തലമുറയുടെ പാപം നമ്മുടെ മേൽ ഒരുപക്ഷെ ഇന്ന് വീഴുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്താണ്? നഷ്ടമാണ്. ചില നഷ്ടങ്ങളാണ്. സാമ്പത്തികമായ ചില നഷ്ടങ്ങളാകാം, ഐശ്വര്യത്തിൻ്റെ നഷ്ടമാകാം, ചില സൗകര്യങ്ങളുടെ നഷ്ടമാകാം, ആരോഗ്യത്തിൻ്റെ നഷ്ടമാകാം, അംഗവൈകല്യത്തിൻ്റെ നഷ്ടമാകാം. ചില നഷ്ടങ്ങളാണ്. അപ്പോൾ ഈ നഷ്ടത്തെ ധീരമായി നാം സ്വീകരിക്കുമ്പോൾ ദൈവത്തെ സ്വീകരിക്കൽ തന്നെയാണത്. ദൈവത്തിൻ്റെ പേരിൽ സ്വീകരിക്കണം. ഇപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ പ്രതി നിന്ദനമേൽക്കുമ്പോൾ, പീഡനമേൽക്കുമ്പോൾ, എന്നെ പ്രതി നിങ്ങൾക്ക് അപമാനം ഉണ്ടാകുമ്പോൾ, എന്നെ പ്രതി എന്ന് പറഞ്ഞാൽ എന്നെ നേടുന്നതിന് വേണ്ടി തന്നെ അർത്ഥം. എന്നെ സ്വന്തമാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കത് നേരിടേണ്ടി വരും. ഉദാഹരണത്തിന്, ഒരു സ്ത്രീക്ക് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ല. ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാതെ ആ വ്യക്തി വേദനിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഭർത്താവിൻ്റെ സ്നേഹം നഷ്ടപ്പെടുന്നു. ആ നഷ്ടം സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട്, കർത്താവെ, എൻ്റെ ഭർത്താവിന് ഇത്രയും സ്നേഹിക്കാനേ പറ്റുന്നുള്ളൂ, എനിക്ക് അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഗ്യാപ്പ് ദൈവസ്നേഹം കൊണ്ട് നിറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ നഷ്ടം ഉണ്ടാകുന്നത് നല്ലതാണ്. ആ നഷ്ടം ഉണ്ടാകുന്നത് കൊണ്ടാണ് ദൈവസ്നേഹം കൊണ്ട് നിറയാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നു. അതേസമയം ആഗ്രഹിക്കുന്നിടത്തോളം സ്നേഹം ഭർത്താവ് കൊടുത്താൽ ഒരിക്കലും ദൈവസ്നേഹത്തിന് കടന്നു വരാനുള്ളൊരു വിടവ് പോലും ഉണ്ടായെന്ന് വരികയല്ല ചിലപ്പം. ഇപ്പം നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നതാണ്. ധൂർത്തപുത്രൻ ആഗ്രഹിച്ചതൊക്കെ കിട്ടിയപ്പോൾ അവന് പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ലായിരുന്നു. അവസാനമായിട്ട് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ ആഗ്രഹിച്ചെന്താണ്? പന്നിക്ക് കൊടുക്കുന്ന തവിടെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു. ഈ തവിട് കിട്ടിയിരുന്നെങ്കിൽ അവൻ ഒരിക്കലും പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയോ വീട്ടിൽ പോകണമെന്ന് ആലോചിക്കുകയോ ചെയ്യുവാനില്ല. അവൻ ആ തവിട് നിന്നുകൊണ്ട് അവിടെ ഇരുന്നേ. അപ്പോൾ തവിട് കിട്ടാതായപ്പോൾ അവന് സുബോധം വന്നു. എന്താണ് ആ സുബോധം? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ചെന്നാൽ എനിക്കെല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവത്തോട് ഐക്യപ്പെട്ടാൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം കിട്ടുമല്ലോ എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ ഇവിടെ നഷ്ടം സഹിക്കുന്ന ഒരു വ്യക്തി, ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ നഷ്ടപ്പെടുന്ന വ്യക്തി, ചിലപ്പോൾ ദാമ്പത്യ സുഖമാകാം, ചിലപ്പം സ്നേഹം കിട്ടാത്തതാകാം, ചിലപ്പോൾ 4 പേരുടെ അംഗീകാരം നഷ്ടപ്പെട്ട ഒരു ദുഃഖമാകാം, അല്ലെങ്കിൽ നഷ്ടമാകാം, ചിലപ്പോൾ ഇല്ലാത്തത് ചെയ്യാത്തത് ചെയ്തെന്ന് പറഞ്ഞ് വരുത്തിയതിൻ്റെ പേരിലുണ്ടായ അപമാനമാകാം, ചിലപ്പോൾ അർഹിക്കാത്തൊരു ശിക്ഷ കിട്ടിയതാകാം. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ നമുക്കിവിടെ ഉണ്ടാകാം. അപ്പോൾ ഈ നഷ്ടങ്ങളാണ് ദൈവത്തിന് കടന്നു വരാനുള്ള ഒരു വാക്യൂം സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിടവ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നഷ്ടങ്ങളെ ഓർത്ത് ആരും ഇവിടെ ദുഃഖിക്കണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? നഷ്ടങ്ങളെ പ്രതി സന്തോഷിക്കണം. അതുകൊണ്ടാണ് മനുഷ്യപുത്രനെ പ്രതി മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചായിട്ട് കരുതി തിരസ്കരിക്കുകയും സർവ്വതും വ്യാജമായി കെട്ടിച്ചമച്ച് പറയുകയും
നിങ്ങളെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സന്തോഷിക്കാൻ പറയുന്നതിന് ഒരു കാരണം അതാണ്. എനിക്ക് എൻ്റെ ദൈവമുണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ, ആ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആ ചൈതന്യവും സ്നേഹവും അംഗീകാരവും പരിഗണനയും എല്ലാം സ്വീകരിക്കാനായിട്ട് ഈ നഷ്ടങ്ങളുടെ നടുവിലാണ് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് നഷ്ടങ്ങൾ നേട്ടങ്ങളായി തരും. അതുകൊണ്ടാണ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് പകരുമെന്ന് യേശു പറയാൻ കാരണം. യഥാർത്ഥമായ സന്തോഷമായിട്ട് പകരും. അതുകൊണ്ട് ഇവിടെ ഒരു നഷ്ടത്തെക്കുറിച്ചും ആരും നിരാശപ്പെടരുത്. ഈ നഷ്ടങ്ങൾ അത്രയും നമുക്ക് നേട്ടങ്ങളായി തീരുന്നത് ദൈവത്തെ നേടാൻ സാധിക്കുന്നതാണ്. അപ്പം അത് പൂർവ്വതലമുറയിൽ നിന്ന് വരുന്നതാണെങ്കിൽ അതിന് വേറൊരു ഗുണം കൂടെ ഉണ്ട്. എൻ്റെ ഈ നഷ്ടം സഹിക്കൽ പൂർവ്വതലമുറയുടെ പാപത്തിന് പരിഹാരമായി തരും. ഞാനിവിടെ നഷ്ടം സഹിക്കുമ്പോൾ ആ പൂർവ്വതലമുറയുടെ പാപത്തിൻ്റെ പരിഹാരമാണ്. ഇവിടെയാണ് പാപപരിഹാരത്തിൻ്റെ മറ്റൊരു മേഖല ഇരിക്കുന്നത്. പാപം ചെയ്യുന്നവനല്ല പരിഹാരം ചെയ്യാവുന്നത്, പാപത്തിൻ്റെ ഫലം അനുഭവിക്കുന്നവർക്കാണ് പരിഹാരം ചെയ്യാവുന്നത്. ഉദാഹരണത്തിന്, എന്നെ ആരെങ്കിലും അടിച്ചാൽ അടിച്ച വ്യക്തിയാണോ പരിഹാരം ചെയ്യേണ്ടത്, അടി കൊണ്ട ഞാനാണോ? ആരാ പരിഹാരം ചെയ്യേണ്ടത്? അടി കൊണ്ട ഞാനാ പരിഹാരം ചെയ്യേണ്ടത്. അടിച്ച വ്യക്തിക്ക് പരിഹാരം ചെയ്യാൻ പറ്റിയല്ല, അടി കൊണ്ട ആൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തിയുടെ പാപത്തിൻ്റെ ഫലം നിരപരാധിയുടെ മേൽ വീഴുമ്പോൾ ആ നിരപരാധിക്കാണ് പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കാരണം എന്നെ അടിച്ച വ്യക്തിയുടെ പാപം ഞാൻ ഏറ്റെടുക്കുകയാണ്, സന്തോഷത്തോടെ ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ സംഭവിച്ച പരിഹാരത്തിൻ്റെ മറ്റൊരു മാനം. പ്രൈസ് ദി ലോർഡ്. യേശു പാപത്തിൻ്റെ ഒഴുക്കിനെ തടഞ്ഞു. നമുക്കറിയാം, പാപം ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്നേഹത്തോടെ ഏറ്റുവാങ്ങുന്നവർ ഉണ്ടാകാത്തടത്തോളം കാലം ഇത് ഒഴുകിക്കൊണ്ടിരിക്കും. ഇപ്പം ഒരാൾ എന്നെ പാപം ഏൽപ്പിച്ചാൽ ആ ആൾ അത്ര ശക്തനല്ലെങ്കിൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് ഏൽപ്പിക്കും. അത്ര ശക്തനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വേറെ ആരുടെയെങ്കിലും മേൽ ഞാൻ ഏൽപ്പിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഭർത്താവ് ഭാര്യയെ അടിച്ചു വന്നിരിക്കട്ടെ. ഭാര്യയ്ക്ക് ഭർത്താവിനെ തിരിച്ചടിക്കാനായിട്ടുള്ള സാധ്യതയില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അവൾ അധ്യാപികയാണെങ്കിൽ തിരിച്ച് സ്കൂളിൽ വരുമ്പോഴത്തേക്കും കുട്ടികൾക്കിട്ടാണ് അടിക്കുന്നത്. ഈ ദേഷ്യം എവിടെയെങ്കിലും ഇറക്കണ്ടേ? കുട്ടി അടുത്തിരിക്കുന്ന വേറൊരുത്തൻ്റെ ആയിരിക്കും അടിക്കുന്നത്. അതിങ്ങനെ ഒരു വഴിക്ക് ഇങ്ങനെ പരുകിക്കൊണ്ടിരിക്കുകയാണ്, ഇത് പകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാപത്തിൻ്റെ ഒഴുക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് തലമുറയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒഴുക്കിനൊരു അറുതി വരണ്ടേ? ഈ ഒഴുക്ക് നിലയ്ക്കുന്ന എവിടെയാണ്? ഏതെങ്കിലും വ്യക്തി സന്തോഷത്തോടെ ഇത് ഏറ്റുവാങ്ങുന്നെങ്കിൽ അവിടെയാണ് ഈ ഒഴുക്ക് നിലയ്ക്കുന്നത്. അപ്പോൾ ആദം മുതലുള്ള പാപം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. യേശുക്രിസ്തു വരുന്നത് വരെ ഇവിടെ പാപം ഏറ്റുവാങ്ങി ഈ ഒഴുക്കിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ ഇവിടെ ആരുമില്ലായിരുന്നു. അതിന് പകരം ചെയ്തുകൊണ്ടിരുന്നതാണ് തല്ലുന്നവനെ കൊല്ലുന്ന പരിപാടിയായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയാണ് ദൈവം പറഞ്ഞത്, തല്ലുന്നവനെ കൊല്ലാതിരിക്കുക, തല്ലുന്നവനെ തല്ലിക്കുക, എന്നാലും വേണ്ടിയല്ല. കാരണം അവിടെ പാപത്തിൻ്റെ അളവ് കൂടുന്നില്ല. തല്ലുന്നവനെ കൊല്ലുമ്പോഴത്തേക്കും അത് വലിയൊരു പാപത്തിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ പാപത്തിൻ്റെ ഒഴുക്കിനെ തടയാൻ ഇവിടെ ശേഷിയുള്ളവരാരും ഇല്ലായിരുന്നു. അത് മനുഷ്യന് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തല്ലുന്നവനെ തല്ലിക്കൊള്ളാൻ പറഞ്ഞത്. കാരണം പാപം ഏറ്റുവാങ്ങാനുള്ള ത്രാണി അഥവാ ശേഷിയുള്ളവരാരും ഇവിടെ ഇല്ല. പാപമുള്ളവർക്ക് പാപം ഏറ്റുവാങ്ങാനുള്ള ശേഷിയില്ല. പാപം മോചിക്കപ്പെട്ടവർക്ക് മാത്രമേ പാപം ഏറ്റുവാങ്ങാനുള്ള ശേഷിയുള്ളൂ. അതുകൊണ്ട് ഇവിടെ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയിലെ സത്യമറിഞ്ഞ് വിശ്വാസം ഏറ്റുപറഞ്ഞ് പാപമോചനം സ്വീകരിക്കുന്നവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? മറ്റുള്ളവരുടെ പാപം ഏറ്റുവാങ്ങാൻ യേശുവിനോട് സഹകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റുവാങ്ങാനായിട്ടുള്ള ശക്തി യേശുവിനോട് യോജിച്ച് നിൽക്കുന്നവർക്ക് കിട്ടും. അപ്പം മറ്റുള്ളവരുടെ പാപം ഏറ്റുവാങ്ങുക. എന്നെ അടിച്ചാൽ സന്തോഷത്തോടെ ആ അടി സ്വീകരിക്കുക. അവിടെ പാപത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുന്നു. അപ്പം പാപത്തിൻ്റെ ഒഴുക്ക് യേശുക്രിസ്തുവിൽ നിലച്ചു. യേശുവിൻ്റെ ഈ പ്രവൃത്തി സഭയിലൂടെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലൂടെ ഇന്നും തുടരുകയാണ്. യേശു ചെയ്തത് തന്നെയാണ് എസ്തഫാനോസ് ചെയ്തത്. കല്ലേറ് കൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോൾ, പിതാവേ ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി അവൻ കണ്ണുകൾ അടച്ചു എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പരിഹാരം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പാപം ഏറ്റുവാങ്ങി പാപം ചെയ്തവനെ അനുഗ്രഹിച്ച് അവനെ പാപമോചനം കൊടുത്ത് അവനെ രക്ഷയിലേക്ക് നയിക്കുന്നതാണ് പാപപരിഹാരത്തിൻ്റെ പ്രവൃത്തി. കഴിഞ്ഞ തലമുറയിൽ നിന്ന് വന്ന പാപമാണ് എന്നെ ബാധിച്ചിരിക്കുന്നതെങ്കിൽ സന്തോഷത്തോടെ ആ കെടുതി ഞാൻ ഏറ്റുവാങ്ങി
ആരിൽ നിന്ന് ഈ പാപം വന്നോ അവർക്ക് മോചനം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈ പ്രവൃത്തിയിലൂടെ അവർക്കും പാപമോചനമാണ് കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ എൻ്റെ ഒരു മുത്തച്ഛൻ ചെയ്ത ഒരു ക്രൂരമായ പ്രവൃത്തിയുടെ ഫലം എനിക്ക് ചിലപ്പം അനുഭവിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അവിടെ ഞാൻ ആ പാപത്തിൻ്റെ ഭാരം അല്ലെങ്കിൽ ആ കെടുതി സന്തോഷത്തോടെ ഏറ്റുവാങ്ങുമ്പോൾ, ആ സാമ്പത്തിക നഷ്ടമായിരിക്കാം അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു നഷ്ടമായിരിക്കാം, അത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ ഈ പാപത്തിൻ്റെ ഒഴുക്ക് ഇവിടം കൊണ്ട് തടയുകയും ഇതിനപ്പുറത്തേക്ക് അത് പോകാൻ അനുവദിക്കാതെ ഇവിടം കൊണ്ടത് യേശുവിൻ്റെ കുരിശിൽ അർപ്പിച്ച് അവിടെ മോചനം നേടുകയും അങ്ങനെ ആ പൂർവ്വപിതാവിന് ഞാൻ പരിഹാരമായി തീരുകയാണ് ചെയ്യുന്നത്. പൂർവ്വപിതാവിൻ്റെ പാപത്തിന് പരിഹാരമായി തീരുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ എൻ്റെ വിശുദ്ധീകരണം നടക്കുന്നുണ്ട്. ഈ സംഭവം എന്നെ വിശുദ്ധീകരിക്കുന്നുണ്ട്, എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട്, യേശുവിനോട് ഐക്യപ്പെടാൻ എന്നെ സഹായിക്കുന്നുണ്ട്. എൻ്റെ യേശുവിനോടുള്ള ഐക്യം എൻ്റെ മാത്രം ഐക്യമായിരിക്കില്ല, ഞാൻ വഴി കഴിഞ്ഞ തലമുറയും യേശുവിനോട് ഐക്യപ്പെടാൻ കാരണമാകും, വരാനിരിക്കുന്ന തലമുറയും യേശുവിനോട് ഐക്യപ്പെടാൻ കാരണമാകും. വരാനിരിക്കുന്ന തലമുറ എന്ന് പറഞ്ഞാൽ എൻ്റെ സമ്പർക്കത്താൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു തലമുറ. അത് മക്കളാകണമെന്നില്ല. കുടുംബജീവിതം നയിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം മക്കൾ മാത്രമല്ല, അവരുടെ സമ്പർക്കം കൊണ്ട് സ്വാധീനം ഉണ്ടായിട്ടുള്ള ആളുകൾ അവരെല്ലാം വരും. നമ്മൾ പൂർവികരുടെ ആനിവേഴ്സറികൾ, മരണത്തിൻ്റെയൊക്കെ ആനിവേഴ്സറികൾ അല്ലെങ്കിൽ ആണ്ട് ജാത്തങ്ങളൊക്കെ നടത്താറുണ്ട്. ഈ സമയത്ത് 10 കൊല്ലം കൂടി 25 കൊല്ലമൊക്കെ ആയ അടുത്ത കാലത്ത് ഒരു പിതാവിൻ്റെ മരണത്തിൻ്റെ 25ാമത്തെ കൊല്ലം വളരെ ആഘോഷമായിട്ട് കൊണ്ടാടിയ ഒരു കുടുംബത്തെ എനിക്കറിയാം. അപ്പോൾ 25 കൊല്ലം കഴിഞ്ഞ് അവരൊന്നിച്ച് കൂടുകയാണ്. അപ്പോൾ ആ ഒന്നിച്ച് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ വ്യക്തിയിൽ നിന്ന് സമ്പർക്കം അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് സമ്പർക്കം വഴി ആ വ്യക്തിയുടെ നന്മ ഏറ്റുവാങ്ങിയവരും അതുപോലെ തന്നെ തിന്മ ഏറ്റുവാങ്ങിയവരൊക്കെ ആണല്ലോ ഈ അനന്തര തലമുറ എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാം കൂടെ ഒന്നിച്ച് കൂടിയിട്ട് അവർ ചെയ്യുന്നത്, അവർ വിശുദ്ധീകരിക്കപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവർ പാപമോചനം നേടുന്നു, കുമ്പസാരിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, അവർ ഒന്നിച്ച് സ്നേഹം പങ്കുവെക്കുന്നു. അപ്പോൾ ഈ കുടുംബത്തിൽപ്പെട്ട തന്നെ സാമ്പത്തികമായിട്ട് വളരെ ക്ഷയിച്ചു പോയ ഒരു വ്യക്തിക്ക് അവർ 25,000 രൂപ കളക്ട് ചെയ്ത് അന്ന് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതോടുകൂടി വാസത്തിലൊരു പുതിയ ഒരു ഉണർവ്, അല്ലെങ്കിൽ പാപമെല്ലാം നീങ്ങിയ ഒരു പുതിയ തലമുറ അവിടെ ഉണ്ടാകുകയാണ്. പാപം നീങ്ങിയ ഒരു പുതിയ തലമുറ ഉണ്ടാകുമ്പോൾ അതിനർത്ഥം പാപം എവിടുന്ന് വന്നോ ആ വന്നിടത്തുനിന്ന് മുതലുള്ള പാപമാണ് നീങ്ങുന്നത്. ഇപ്പം ഞാൻ പാപം സ്വീകരിച്ചത് എവിടുന്നാന്ന് ചോദിച്ചാൽ ഞാനുമായിട്ട് ബന്ധം പുലർത്തിയവരിൽ നിന്നാണ് സ്വാധീനങ്ങൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ തലമുറയിൽ നിന്നാണ് ഈ പാപം ഏറ്റുവാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ പാപം ഉപേക്ഷിച്ചാൽ ആരുടെയൊക്കെ പാപമാണ് പോകുന്നത്? എൻ്റെ പാപം മാത്രമല്ല, ഞാൻ എവിടെ നിന്നൊക്കെ ഈ പാപം സ്വീകരിച്ചോ ആ പാപമൊക്കെയാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവുമായിട്ട് ഞാൻ ബന്ധം സ്ഥാപിക്കുമ്പോൾ എനിക്ക് മാത്രമല്ല ആ ബന്ധം കിട്ടുന്നത്, എനിക്ക് ആരോടൊക്കെ ബന്ധമുണ്ടോ അവർക്കെല്ലാം യേശുവുമായിട്ടൊരു ബന്ധം ഉണ്ടാകാനത് കാരണമാകുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അതാണ് നീ രക്ഷ പ്രാപിച്ച നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കുടുംബം രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അനന്തര തലമുറ എന്ന് മാത്രമല്ല, നിൻ്റെ സമ്പർക്കത്തിൽപ്പെട്ടവരും രക്ഷ പ്രാപിക്കാനത് കാരണമാകും. ദൈവവുമായിട്ടുള്ള ഒരാളുടെ ബന്ധം ആ വ്യക്തിക്ക്, ദൈവവുമായിട്ട് ഉള്ള ബന്ധം ആ വ്യക്തിക്ക്, ബന്ധമുള്ളവർക്കും ദൈവത്തോട് ബന്ധമുണ്ടാകാൻ കാരണമാകും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, മനുഷ്യവർഗം തിന്മയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്, സാത്താനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സാത്താനെതിരെ എങ്ങനെയൊക്കെയാണ് പോരാടുന്നതെന്ന് ചോദിച്ചാൽ, സാത്താൻ അസത്യം പ്രചരിപ്പിച്ചിരിക്കുകയാണ്. യേശു സാത്താൻ്റെ തല തകർത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാത്താൻ്റെ ആധിപത്യം അവസാനിപ്പിച്ചെന്ന് അതിൻ്റെ അർത്ഥം. സാത്താൻ്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ സാത്താനെ വിശ്വസിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിലേ സാത്താന് ആധിപത്യമുള്ളൂ. സാത്താൻ്റെ തല എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ ലീഡർഷിപ്പ് എന്നർത്ഥം. അപ്പോൾ സാത്താൻ്റെ ലീഡർഷിപ്പ് ഇവിടെ അവസാനിപ്പിച്ചു വെച്ചു. പക്ഷേ ഇന്നും സാത്താൻ ഇവിടെ വിരാജിക്കുന്നുണ്ട്. കാരണം എന്താ? സാത്താനെ അംഗീകരിക്കുന്നവരിവിടെ ഉണ്ട്. അതുകൊണ്ടാണ് സാത്താൻ്റെ ലീഡർഷിപ്പ് അംഗീകരിക്കുന്നവരുണ്ട്. സാത്താൻ പറഞ്ഞതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ട്. അപ്പോൾ സാത്താൻ പറഞ്ഞത് ശരിയെന്ന് വിശ്വസിക്കുന്നവരിവിടെ ഉള്ളിടത്തോളം കാലം സാത്താന് ഇവിടെ ഒരു രാജ്യമുണ്ട്. പക്ഷേ ഈ രാജ്യം തകരണമെങ്കിൽ എന്ത് വേണം? സാത്താൻ്റെ അനുയായികളെല്ലാവരും സാത്താനെ വിട്ട് യേശുവിലേക്ക് വരണം. അങ്ങനെ യേശുവിലേക്ക് വരുമ്പോഴാണ് ഈ സാത്താൻ്റെ രാജ്യം ഇവിടെ തകരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തിന്മയ്ക്കെതിരെ ഒരു പോരാട്ടം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പോരാടുകയാണ്. ആ പോരാട്ടത്തിൻ്റെ രൂപം എന്താണെന്ന് ചോദിച്ചാൽ, സത്യം പ്രചരിപ്പിച്ച്, സത്യം പറഞ്ഞ് അസത്യത്തിലിരിക്കുന്നവരെ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ
അസത്യത്തിലിരിക്കുന്നവർ ഇവിടെ ഉണ്ടാക്കിയ ഡിസോർഡറിനെ ഏറ്റുവാങ്ങി ആ ഡിസോർഡറിനെ പരിഹരിക്കുക എന്നുള്ളതാണ്. അതുപോലെ മറ്റൊന്ന്, പാപം, തിന്മ, ദുഷ്ടത ഒക്കെ സാത്താൻ്റെ കൂടെ നിൽക്കുന്നവർ ഇവിടെ വർഷിക്കും. ഭീകരപ്രവർത്തനങ്ങളായിട്ടും ഉപദ്രവങ്ങളായിട്ടും അതുപോലെ തന്നെ വെറുപ്പ്, വിരോധം, വൈരാഗ്യം തുടങ്ങിയ പ്രതികാരം തുടങ്ങിയ പ്രവൃത്തികളായിട്ടൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ആ പീഡനങ്ങളെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി അതിനെയും പരിഹരിക്കുക. അതാണ് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലുള്ളവർ സാത്താൻ്റെ രാജ്യത്തിലുള്ളവരുമായിട്ട് പോരാട്ടത്തിലാണെന്ന് പറയാൻ കാരണം. അപ്പോൾ വലിയൊരു പോരാട്ടം നടക്കുകയാണ്. അപ്പോൾ ഈ പോരാട്ടത്തിൽ അന്തിമ വിജയം ആർക്കാണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിനാണ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. കാരണം പ്രകാശത്തെ കീഴടക്കാൻ ഇരുട്ടിന് സാധ്യമല്ല, ഇരുട്ടിനെ കീഴടക്കാൻ പ്രകാശത്തിന് സാധിക്കും എന്നുള്ളതാണ് സത്യം. 100 നുണ പറഞ്ഞാലും വേണ്ടതുപോലെ സത്യം പറഞ്ഞാൽ 100 നുണയെയും പൊളിച്ചു കളയാൻ പറ്റുമോ? പറ്റും. ഒരു നുണ 100 പ്രാവശ്യം ആവർത്തിച്ചാലും കാര്യകാരണ സഹിതം വിശ്വാസയോഗ്യമായ രീതിയിൽ സത്യം പറഞ്ഞാൽ ഈ 100 നുണയെയും ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ സാത്താൻ നുണയനാണ്, നുണ പ്രചരിപ്പിക്കുന്നവനാണ്. യേശു സത്യമാണ്, സത്യം പറയുന്നവനുമാണ്. അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ രാജ്യം സാത്താൻ്റെ രാജ്യത്തിനെതിരായി ഇവിടെ വലിയൊരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ അന്തിമമായ വിജയം യേശുവിനാണ്. അന്തിമമായ വിജയം എപ്പോൾ നടക്കുന്നോ അപ്പോൾ സാത്താൻ ഈ ഭൂമുഖത്തുനിന്ന് പിന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ ഭൂമി ഒരു പുതിയ ഭൂമിയായിട്ട് മാറും, പുതിയ ലോകമായിട്ട് മാറും. വേണമെങ്കിൽ ഒരു ഉദാഹരണം ഇങ്ങനെ നമുക്ക് പറയാം. ക്രിക്കറ്റ് കളി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ക്രിക്കറ്റ് കളി എല്ലാവർക്കും മിക്കവാറൊക്കെ അറിയാം, ആസ്വദിക്കുന്നതാണ്. ഇപ്പോൾ സാത്താൻ നയിക്കുന്ന ടീം ആദ്യം ഇറങ്ങി ബൗൾ ചെയ്തു. അങ്ങനെ ബൗൾ ചെയ്ത് റൺസ് വാരിക്കൂട്ടി. ഇവിടെ ബാറ്റ് ചെയ്ത് റൺസ് വാരിക്കൂട്ടി. അപ്പോൾ സാത്താൻ്റെ ടീം ഇങ്ങനെ ബാറ്റ് ചെയ്ത് റൺസ് ഇങ്ങനെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബൗൾ ചെയ്തിട്ടൊന്നും ഒരാളെ പോലും ഔട്ടാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ശക്തമായൊരു കൂറ്റൻ സ്കോർ അവരടിച്ചു കയറ്റി. ഇങ്ങനെ അടിച്ചു കയറ്റിയപ്പോഴാണ് ഈ ടീമിലേക്ക് യേശുക്രിസ്തു ഇറങ്ങി വന്നത്. അപ്പോൾ യേശുക്രിസ്തു ബൗളറായിട്ട് ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്തു? ബൗൾ ചെയ്തിട്ട് സാത്താൻ്റെ ഓരോ വിക്കറ്റും എടുത്തു. അങ്ങനെ ഓരോ വിക്കറ്റും എടുത്ത് സാത്താനെ ഔട്ടാക്കി. അപ്പോഴും അവൻ അഭിമാനിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? അവനൊരു കൂറ്റൻ സ്കോർ അടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സാത്താൻ്റെ കളി അവിടെ കൊണ്ട് നിർന്നു. യേശുക്രിസ്തു വന്നതോടുകൂടി സാത്താൻ്റെ ഇന്നിങ്സ് തീർന്നു. ഇനി സാത്താൻ ഒരു റൺ പോലും എടുക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പം ചെയ്യേണ്ടത് എന്താണ്? സാത്താനെ അതിശയിക്കുന്ന തരത്തിൽ ഇനി അടുത്ത ഇന്നിങ്സിൽ യേശുവിൻ്റെ ടീം റൺസ് എടുത്താൽ മതി. ആ റൺസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ബാറ്റ്സ്മാനായിട്ട് ഇറങ്ങിയവർ കുറേ റൺസ് എടുത്തു. അത് കഴിഞ്ഞ് ഇറങ്ങിയവർ ചിലപ്പോൾ ഡക്കടിച്ച് പോയി കാണും. കഴിഞ്ഞ ഒരു തലമുറ ചിലപ്പം ഒരു റൺ പോലും എടുക്കാതെ പോയി കാണും. അവർക്കതിൻ്റെതായ വിഷമമുണ്ട്. പക്ഷേ അടുത്ത തലമുറ ഇറങ്ങിയിട്ട് വീണ്ടും റൺസ് എടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനം ഇറങ്ങുന്ന തലമുറയെങ്കിലും അല്ലെങ്കിൽ ബാറ്റ്സ്മാനെങ്കിലും റൺസ് കൂടുതലെടുത്ത് ഈ കൂറ്റൻ സ്കോറിനെ മറികടന്ന് സാത്താനെ പരാജയപ്പെടുത്താൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു തലമുറ പരാജയപ്പെട്ട് കാണും ഈ പോരാട്ടത്തിൽ. സാരമില്ല, അടുത്ത തലമുറ ശക്തമായിട്ട് റൺസ് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു സാത്താനെതിരായ ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവസാനമായിട്ട് ഇറങ്ങുന്ന ബാറ്റ്സ്മാൻ ആണെങ്കിലും പിടിച്ചു നിന്ന് റൺസ് എടുത്ത് ഈ കൂറ്റൻ സ്കോറിനെ മറികടക്കുമ്പോൾ സാത്താൻ്റെ രാജ്യം ഇവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചാലും വ്യക്തിപരമായിട്ടുള്ള ആ പരാജയത്തെ അതിശയിക്കുന്ന തരത്തിൽ ഒരു ടീമിൻ്റെ വിജയം ഉണ്ടായിച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടീമിൽ ഒരു വ്യക്തിക്ക് ഒരു റൺ പോലും എടുക്കാൻ കഴിയാതെ ഔട്ടായി പോയെന്നിരിക്കട്ടെ. അതിൻ്റെ വേദന ആ വ്യക്തിക്കുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ? എനിക്ക് ശേഷം ഇറങ്ങുന്നവരെങ്കിലും ജയിക്കും, ആ ജയത്തിൽ എനിക്കും പങ്ക് കിട്ടും. അതുകൊണ്ട് കഴിഞ്ഞ തലമുറ പാപത്തിൽ അധപ്പതിച്ച് പോയെങ്കിലും അവർക്കും പ്രത്യാശയുണ്ട്. അവരുടെ തലമുറ അടുത്ത ഇന്നിങ്സിന് അല്ലെങ്കിൽ അടുത്ത ബൗളിങ്ങിന് അല്ലെങ്കിൽ ബാറ്റ്സ്മാനായിട്ട് ഇറങ്ങുമ്പോൾ റൺസ് എടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ കഴിഞ്ഞ തലമുറ പരാജയപ്പെട്ടെടുത്ത് ഈ തലമുറയെങ്കിലും ജയിച്ചാൽ ഈ തലമുറയുടെ വിജയം കഴിഞ്ഞ തലമുറയുടെ വിജയമാകും. റിലേ റേസ് നമ്മൾ ഓടുന്ന കാണാറുണ്ട്. റിലേ റേസിൽ
4 പേരുടെ ഓട്ടത്തിൻ്റെ ആകത്തുകയാണ് വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ഓടി ഇച്ചിരി ആ ഓട്ടത്തിന് ശക്തി കുറഞ്ഞു പോയാലും ആ ആൾക്ക് പ്രത്യാശിക്കാം, എന്താ, ഞാൻ ബാറ്റൺ കൈമാറിയിട്ടുണ്ട്, ഈ ബാറ്റൺ കൈമാറിയ സ്ഥിതിക്ക് അടുത്ത ആൾ ഓടി എൻ്റെ കുറവൊന്ന് പരിഹരിച്ചാൽ മതി. അപ്പം മനുഷ്യവർഗം മൊത്തത്തിലാണ് തിന്മയ്ക്കെതിരെ പോരാടുന്നത്. അതേസമയം വ്യക്തിപരമായിട്ടും പോരാട്ടമുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് പോരാടുന്നതോടൊപ്പം വർഗപരമായിട്ടും പോരാടുന്നു. അതുകൊണ്ട് വ്യക്തിപരമായ പോരാട്ടം വർഗപരമായ പോരാട്ടത്തെ സഹായിക്കുന്നു. വ്യക്തിപരമായ പരാജയം വർഗപരമായ വിജയത്തിൽ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കഴിഞ്ഞ തലമുറയുടെ പാപം ഈ തലമുറയുടെ മേൽ വന്ന് വീഴാം, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ആ വീഴുന്ന പാപം അതൊരു നഷ്ടമാണ് നമുക്ക് വരുത്തി വെക്കുന്നത്. ആ നഷ്ടത്തെ ധീരമായി നേരിടുമ്പോൾ കഴിഞ്ഞ തലമുറയുടെ പാപത്തിന് അത് പരിഹാരമാകും. ഈ തലമുറയ്ക്ക് ദൈവമായ കർത്താവിനോട് ഐക്യപ്പെടാൻ അവസരമാകും. അങ്ങനെ ഈ തലമുറ വഴി കഴിഞ്ഞ തലമുറയും വിശദീകരിക്കപ്പെടാനായിട്ട് ഇടയാവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ തലമുറയുടെ പാപത്തെക്കുറിച്ച് ഓർത്ത് അവർ കാരണമാണല്ലോ എനിക്ക് കെടുതി വന്നതെന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അത് അനുഗ്രഹമായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്. പിന്നെ മറ്റൊരു കാര്യം, ചിലരെങ്കിലും ഇങ്ങനെ പറയാറുണ്ട്, കഴിഞ്ഞ തലമുറ ചെയ്ത പാപത്തിന് ഈ തലമുറ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്ത് ആ തലമുറയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഉദാഹരണത്തിന് ഒരു പൂർവ്വപിതാവ് ചെയ്ത ഒരു തെറ്റിന് ഇവിടെ ഈ തലമുറയിൽ കെടുതി അനുഭവിക്കുന്ന ഒരാൾ ആ പൂർവ്വപിതാവിൻ്റെ പാപത്തിന് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യണം. ഇപ്പോൾ ഒരിക്കലും എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു ധ്യാനഗുരു പറഞ്ഞു, കഴിഞ്ഞ തലമുറയിൽ ഒരാൾ ചെയ്ത തെറ്റിന് നീ ഒരു 36 കുർബാന ചൊല്ലിക്കണം. കുർബാന ചൊല്ലിക്കുന്നത് നല്ലതാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ തലമുറയുടെ പാപത്തിന് ഒരു പരിഹാര കർമ്മമായിട്ട് 36 കുർബാന ചൊല്ലിക്കണമെന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 36 കുർബാന ചൊല്ലിക്കാനായിട്ടൊരു സാമ്പത്തികമായ ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു ഓഫറിങ് ആവശ്യമുണ്ട്. അതിനുള്ള ശേഷി ഈ വ്യക്തിക്കുണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു കർമ്മം കൊണ്ടല്ല കഴിഞ്ഞ തലമുറ രക്ഷപ്പെടേണ്ടത്, പിന്നെയോ ഈ തലമുറ ദൈവമായിട്ട് ഐക്യപ്പെടുന്നത് വഴിയാണ്. അപ്പം അങ്ങനെ ഒരു കർമ്മം പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു കർമ്മം പറഞ്ഞാൽ, നീ ഒരു ആരാധന നടത്ത്, അല്ലെങ്കിൽ ഒരു 12 പേരെ വിളിച്ചിരുത്തി ഊട്ട് നിറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മലയാറ്റൂർ മല മുണ്ടയിൽ നീന്തി കയറ്, ഇങ്ങനെയൊക്കെയുള്ള ചില പരിഹാര കർമ്മങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് കാണാം പൂർവ്വപിതാക്കന്മാരുടെ പാപത്തിന് ഈ തലമുറ പരിഹാരം ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഒക്കെ ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെ ചെയ്താലും വ്യക്തി വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ, ഈ വ്യക്തി യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് ദൈവാനുഭവം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഈ വ്യക്തി ദൈവത്തോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ വ്യക്തി ദൈവത്തോട് ഐക്യപ്പെട്ടാൽ ഈ വ്യക്തിയുടെ പൂർവ്വപിതാവും ദൈവത്തോട് ഐക്യപ്പെടാനത് കാരണമാകും. അതുകൊണ്ട് ഒരു കർമ്മം ചെയ്ത്, ഏതെങ്കിലും ഒരു ക്രിയ ചെയ്ത് ഒരു പരിഹാര പ്രവൃത്തി ചെയ്യുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ജീവിച്ചിരിക്കുന്ന നമ്മളുടെ വിശദീകരണം മരിച്ചവരുടെ വിശദീകരണത്തിന് കാരണമാകും എന്നുള്ളതാണ്. കാരണം മരിച്ചവരുടെ പാപം ജീവിച്ചിരിക്കുന്ന നമ്മൾ ഏറ്റുവാങ്ങുന്നുണ്ട്. അവരവശേഷിപ്പിച്ചിട്ട് പോയ പാപം ഇവിടെയുണ്ട്. ആ പാപം നമ്മൾ യേശുവിന് കൊടുത്ത് യേശുവിനോട് ഐക്യപ്പെടുമ്പോൾ അതിന് പരിഹാരം അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഏതെങ്കിലും ഒരു കർമ്മം ചെയ്ത് പരിഹാരം നേടാമെന്ന് വിചാരിക്കുന്ന വ്യക്തി എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് എന്നാണെന്നറിയാമോ? ലക്ഷ്യം വെക്കുന്നത് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്ന ആ പ്രശ്നം ഒന്ന് തീരണം. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നം തീരണം. അപ്പോൾ ഈ പ്രശ്നം ഒന്ന് തീരാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എപ്പോഴും പ്രശ്നം തീർക്കാൻ വേണ്ടിയുള്ള ഒരു വിദ്യയായിട്ടാണ് അതിനെ കാണുന്നത്. ഇത് ഒരു പ്രശ്നം തീർക്കലല്ല, എൻ്റെ വിശുദ്ധീകരണത്തിന് ഞാനിത് കാരണമാക്കണം, എൻ്റെ യേശുവിനോട് ഐക്യപ്പെടാൻ ഇത് കാരണമാകണം. അങ്ങനെ ഞാൻ യേശുവിനോട് ഐക്യപ്പെട്ട് എൻ്റെ പൂർവ്വപിതാക്കന്മാരും യേശുവിനോട് ഐക്യപ്പെടണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്.